ഗോവധ നിരോധനം കൊണ്ട് ആദ്യം സംഭവിക്കുന്നത് ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുക എന്നത് തന്നെയാണ്. സാധാരണക്കാരായ കർഷകർക്കോ വ്യാപാരികൾക്കോ നിയമപരമായി പോലും കന്നുകാലികളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. ഈ ഭീകരതയാണ് ബലിപ്പെരുന്നാൾ ദിനത്തിൽ പശ്ചിമ ബംഗാളിൽ ഉൾപ്പെടെ നാം കണ്ടത്. കൽക്കട്ടയിലെ ചരിത്രപ്രസിദ്ധമായ നഗോദ മസ്ജിദിലെ ഇമാം മൗലാന മുഹമ്മദ് ഷഫീഖ് ഗാസ്മി ഉൾപ്പെടെയുള്ള ഉന്നത മത നേതാക്കൾ വിശ്വാസ സമൂഹത്തിന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയാണ് സംഘർഷം ഒഴിവാക്കിയത്. ബംഗാളിലെ മുസ്ലിം സമുദായം ഏറെയും പശുക്കൾക്ക് പകരം ആടുകളെയും പോത്തുകളെയും ബലിക്കായി തിരഞ്ഞെടുത്തു. നാടിന് തീക്കൊളുത്താനുള്ള സംഘപരിവാർ സംഘടനകളുടെ ശ്രമമാണ് ഇവിടെ ഇല്ലാതായത്. മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലെ മീരാ റോഡ് പ്രദേശത്തെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ബലി കർമ്മങ്ങൾക്കായി ആടുകളെ കൊണ്ടുവരികയും അവിടെ താൽക്കാലിക ഷെഡ് കെട്ടുകയും ചെയ്തു. ഇതിനെതിരെ ഹിന്ദുത്വവാദികൾ രംഗത്തെത്തി. പ്രതിഷേധം കനക്കുന്നതിനിടയിലാണ് സൊസൈറ്റി പരിസരത്തേക്ക് ചില പ്രതിഷേധക്കാർ ഒരു പന്നിയെ കൊണ്ടുവന്നു. വരാഹ പൂജ നടത്താനാണ് പന്നിയെ കൊണ്ടുവന്നതെന്നായിരുന്നു വാദം. എന്നാൽ കലാപം തന്നെയായിരുന്നു ലക്ഷ്യമെന്ന് പകൽ പോലെ വ്യക്തം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിഷേധക്കാരുടെ കയ്യിൽ നിന്ന് പന്നിയെ വാങ്ങി ദൂരേക്കോടുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിച്ചത് നാം കണ്ടു. ഇന്ത്യയിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെയും കാർഷിക മേഖലയുടെയും നട്ടെല്ലാണ് കന്നുകാലി വളർത്തൽ. അതിനാൽ തന്നെ രാജ്യത്ത് നടപ്പിലാക്കിയ ഗോവധ നിരോധന നിയമങ്ങൾ ഏറ്റവും ആഴത്തിൽ ബാധിച്ചത് കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ കർഷകരെയാണ്. ശരിക്കും പറഞ്ഞാൽ കർഷകരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് കന്നുകാലികൾ. ഇനി ഏറ്റവും ഒടുവിൽ കോടതി വഴി ഗോവധ നിരോധനം നടപ്പാക്കാൻ പോകുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ് ദ്രാവിഡ സംസ്കാരത്തിൽ ഭക്ഷണത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പെരിയാർ EV രാമസ്വാമി കെട്ടിപ്പടുത്ത ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ കാതലായ വശം ബ്രാഹ്മണ മേധാവിത്വത്തിനും ഉത്തരേന്ത്യൻ അധിനിവേശത്തിനുമെതിരെയുള്ള പോരാട്ടമായിരുന്നു. കന്നുകാലി വളർത്തലും ജല്ലിക്കെട്ടുമൊക്കെ തമിഴ് ജീവിതത്തിന്റെ ഭാഗമാണ്. 2014 മോദി അധികാരത്തിൽ വന്ന ശേഷമാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഗോവധ നിരോധനം നടപ്പാക്കിയത്. എന്നാൽ രാജ്യത്ത് നിന്നും ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നറിയാമോ? അതാണ് സാക്ഷാൽ ഉത്തർപ്രദേശ്. ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മാംസ കയറ്റുമതിയിലൂടെയുള്ള വരുമാനം ഏകദേശം 33,000 കോടി മുതൽ 37,000 കോടിക്ക് മുകളിലാണ്. ഇന്ത്യയുടെ ആകെ മൃഗസംരക്ഷണ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വരുമാനത്തിന്റെ ഏകദേശം 79 മുതൽ 82% വരെ വരുന്നത് ബീഫ് തന്നെയാണ്. ഇനി എന്തുകൊണ്ടാണ് BJP ഭരിക്കുന്ന ഗോവയിൽ ഗോവധം നിരോധിക്കാത്തത്? ഉത്തരം ലളിതം. ടൂറിസം അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്നു തന്നെയാണ്. ഗോവയുടെ പ്രധാന വരുമാന മാർഗം അന്താരാഷ്ട്ര ആഭ്യന്തര ടൂറിസമാണ്. പ്രതിവർഷം ലക്ഷക്കണക്കിന് വിദേശ വിനോദസഞ്ചാരികളും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ എത്തുന്നു. അപ്പോൾ വിഷയം പശുഭക്തിയല്ലെന്ന് വ്യക്തം. 2017 രാജസ്ഥാൻ മുൻ വിദ്യാഭ്യാസ മന്ത്രി വാസുദേവ് ദേവ്നാനി നടത്തിയ പ്രസ്താവന മറക്കരുത്. പശു ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ തന്നെ പുറത്തുവിടുന്ന ഒരേ ഒരു മൃഗമാണെന്നും പശുവിനടുത്തു പോകുന്നത് ജലദോഷവും ചുമയും മാറ്റുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. പശ്ചിമ ബംഗാൾ BJP അധ്യക്ഷനായിരുന്ന ദിലീപ് ഘോഷ് 2019 നടത്തിയ പ്രസ്താവന മറക്കരുത്. ഇന്ത്യൻ പശുക്കളുടെ പൂജയിൽ ഒരു പ്രത്യേക നാഡിയുണ്ടെന്നും സൂര്യപ്രകാശമേൽക്കുമ്പോൾ അത് സ്വർണം ഉൽപ്പാദിപ്പിക്കുമെന്നും അതുകൊണ്ടാണ് പശുവിൻ പാലിന് നേരിയ മഞ്ഞ നിറം വരുന്നതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം. കോവിഡിനെ പ്രതിരോധിക്കാൻ ഗോമൂത്രം മാത്രം മതി എന്ന് പറഞ്ഞ സംഘത്തെയും നാം കണ്ടു. വെറും ഭ്രാന്തൻ പ്രസ്താവനകൾ നടത്തി ജനങ്ങളെ ഇളക്കി വിടുമ്പോൾ നാം ലോകത്തിനു മുമ്പിൽ നാണം കെടുന്നത് ഇവർ അറിയുന്നുണ്ടോ? ആരാണ് ഇവർക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുക?